റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിർണായക വഴിത്തിരിവ്. റഷ്യൻ അതിർത്തിക്കുള്ളിലെ സുപ്രധാന സൈനിക വ്യവസായ കേന്ദ്രത്തിന് നേരെ യുക്രൈൻ ദീർഘദൂര മിസൈൽ ആക്രമണം നടത്തിയതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. യുക്രൈൻ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുത്തതായി പറയുന്ന FP5 ഫ്ലമിംഗോ ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യയിലെ ഈ ഒരു മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്ത്രപ്രധാന പ്രതിരോധ നിർമ്മാണശാല ലക്ഷ്യമിട്ടതായി തന്നെ യുക്രൈൻ അവകാശപ്പെടുന്നത്. റഷ്യയുടെ പ്രധാന സൈനിക ഉപകരണങ്ങളും മിസൈൽ ലോഞ്ചർ സംവിധാനങ്ങളും നിർമ്മിക്കുന്ന ടൈഗർ ബാരിക്കേഡിന്റെ പ്ലാന്റിന്റെ ആക്രമണത്തിന് അത് ഇരയായി എന്നതാണ് യുക്രൈൻ വ്യക്തമാക്കുന്നത്. ആക്രമണത്തെ തുടർന്നുകൊണ്ട് പ്ലാന്റിൽ വൻ തീപിടുത്തമുണ്ടായതായും പ്രസിഡന്റ് സെലൻസ്കി ഇവിടെ സന്ദേശത്തിലൂടെ തന്നെ അറിയിച്ചിരിക്കുകയാണ്. റഷ്യ യുക്രൈന് നേരെ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളിൽ ഉപയോഗിക്കുന്ന നിരവധി ആയുധ സംവിധാനങ്ങളുടെ നിർമ്മാണ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ തകർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ പ്രതിരോധ ശേഷിക്ക് നേരെ ഉണ്ടായ വലിയ തിരിച്ചടിയായാണ് ഈ ആക്രമണത്തെ യുക്രൈൻ വിശേഷിപ്പിക്കുന്നത്. ഇതിനിടെ തന്നെ പല രീതിയിലും സ്ഫോടനങ്ങളും തീപിടുത്തവും ഉണ്ടായതായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ചില ഓപ്പൺ സോഴ്സ് നിരീക്ഷകരും പ്ലാന്റിന് സമീപം പുക ഉയരുന്നതായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ആക്രമണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് റഷ്യ ഇതുവരെയും ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം 10 റഷ്യൻ മേഖലകളിലും അധിനിവേശ ക്രിമിയയിലും എല്ലാം തന്നെ 175 യുക്രൈൻ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി തന്നെ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. എന്നാൽ ചില മേഖലകളിലാകട്ടെ, അതായത് ഈ പ്രതിരോധ നിർമ്മാണശാലയ്ക്ക് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തെ കുറിച്ച് റഷ്യ മൗനം പാലിക്കുകയാണ് എന്നതാണ് യുക്രൈൻ ഇവിടെ വാദിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഉപയോഗിച്ചതായി തന്നെ യുക്രൈൻ പറയുന്ന FP5 ഫ്ലമിംഗോ മിസൈൽ ആകട്ടെ 3000 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള തദ്ദേശീയ ദീർഘദൂര ക്രൂയിസ് മിസൈൽ ആണ് എന്നതാണ് അവകാശവാദം. അതോടൊപ്പം തന്നെ റഡാർ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് കൃത്യമായി ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയും ഈ മിസൈലിൽ അവിടെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യുക്രൈൻ വ്യക്തമാക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധ സഹായത്തോടൊപ്പം തന്നെ സ്വന്തം പ്രതിരോധ വ്യവസായവും ശക്തിപ്പെടുത്തുന്ന യുക്രൈൻ ആകട്ടെ ദീർഘദൂര ആക്രമണശേഷി ഇനിയും വർദ്ധിപ്പിക്കുമെന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. റഷ്യൻ മണ്ണിലേക്ക് യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള യുക്രൈൻ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ ആക്രമണത്തെ സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത്. റഷ്യയുടെ ഔദ്യോഗിക പ്രതികരണവും അതുപോലെ ആക്രമണത്തിന്റെ യഥാർത്ഥ നാശനഷ്ടങ്ങളും പുറത്തു വരാനിരിക്കെ തന്നെ ഈ സംഭവം യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തെ നിർണായക വഴിത്തിരിവായി മാറുമെന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഉയർന്നു കേൾക്കുന്നത്. മാത്രമല്ല, യുക്രൈന്റെ വളരുന്ന തദ്ദേശ പ്രതിരോധ വ്യവസായം എന്ന നിലയിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ സഹായങ്ങളെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ യുക്രൈൻ നടത്തുന്ന ശ്രമങ്ങളുടെ തെളിവാണ് ഫ്ലമിംഗോ മിസൈലുകൾ എന്നതാണ് വ്യക്തമാക്കുന്നത്. ദീർഘദൂര പ്രഹരശേഷി ഇനിയും വർദ്ധിപ്പിക്കുമെന്നതാണ് ഇവിടെ സെലൻസ്കി വ്യക്തമാക്കുന്നത്. നമ്മുടെ ദീർഘദൂര പ്രഹരങ്ങളുടെ പരിധി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ദിവസേനയുള്ള നമ്മുടെ ഈ സമ്മർദ്ദമാണ് ഒടുവിൽ മാന്യമായ ഒരു സമാധാനത്തിന് അടിവരയിടുന്നത്. നമ്മുടെ ദീർഘദൂര ശേഷി സാധ്യമാക്കുന്ന ഓരോ യുക്രൈൻ എഞ്ചിനീയറോടും അതുപോലെ തന്നെ യോദ്ധാവിനോടും ഞാൻ നന്ദിയുള്ളവനാണ് എന്നതാണ് സെലൻസ്കി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ തങ്ങളുടെ ആയുധ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യാന്തര പങ്കാളിത്തവും യുക്രൈൻ ശക്തമാക്കുകയാണ്. ജർമ്മൻ റഡാർ നിർമ്മാണ കമ്പനിയായ ഹെൻസോൾട്ടുമായി തന്നെ ചേർന്നുകൊണ്ട് ഒരു യൂറോപ്യൻ മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാൻ ഫയർ പോയിന്റ് അടുത്തിടെ തന്നെ കരാറിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹെൻസോൾട്ടിന്റെ TRM-4D റഡാറുകൾ ഫയർ പോയിന്റിന്റെ ഇന്റർസെപ്റ്റർ പ്രോഗ്രാമുമായി തന്നെ സംയോജിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഇരു കമ്പനികളും ഒപ്പുവെച്ചുകൊണ്ട് ദിവസങ്ങൾക്കകമാണ് റഷ്യൻ മണ്ണിൽ ഈ വമ്പൻ മിന്നലാക്രമണം നടന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ഈ ആക്രമണത്തോടുകൂടി തന്നെ യുദ്ധം റഷ്യൻ അതിർത്തിക്കുള്ളിലേക്ക് കൂടുതൽ ശക്തമായി തന്നെ വ്യാപിക്കുമോ എന്നതാണ് അതിനായി ഒരു മുന്നറിയിപ്പായി യുക്രൈൻ നൽകുന്നത്. തദ്ദേശീയ മിസൈൽ സാങ്കേതിക വിദ്യയിലെ യുക്രൈന്റെ ഈ കുതിച്ചുചാട്ടം വരും ദിവസങ്ങളിൽ പോലും യുദ്ധത്തിന്റെ ഗതി കൂടുതൽ നിർണായകമാകുമെന്ന പ്രധാന ഒരു സൂചന കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.